കേരള സ്റ്റോറി സിനിമ കേരളം തള്ളിക്കളഞ്ഞതിനെ പ്രശംസിച്ച് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. സിനിമകളെയും മാധ്യമങ്ങളെയും പ്രൊപ്പഗാൻഡകൾക്ക് ചിലർ ഉപയോഗിക്കുകയാണെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. ഇടുക്കി കുട്ടിക്കാനത്ത് വിദ്യാർത്ഥികളുമായുള്ള സംവാദത്തിലായിരുന്നു രാഹുലിന്റെ പ്രതികരണം. 2 ദിവസത്തെ സന്ദർശനത്തിന് കേരളത്തിലെത്തിയ രാഹുൽ നാളെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നയിക്കുന്ന പുതുയുഗയാത്രയുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. നിയമസഭാ തിരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപ് രാഹുൽ ഗാന്ധിയുടെ കേരള സന്ദർശനം. കൊല്ലത്ത് നടന്ന ശ്രീനാരായണ ഗുരു മഹാത്മാഗാന്ധി സമാഗമ ശതാബ്ദി ആഘോഷം അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു. ശിവഗിരി മഠവും രാജീവ് ഗാന്ധി പഠന ഗവേഷണ കേന്ദ്രവും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. ശേഷം കുട്ടിക്കാനം മരിയൻ കോളേജിലേക്ക് വിദ്യാർത്ഥികളുമായി രാഹുൽ ഗാന്ധി 2 മണിക്കൂറോളം സംവദിച്ചു. കേരള സ്റ്റോറി വിവാദത്തിലും പശ്ചിമേഷ്യയിലെ സംഘർഷത്തിലും നിലപാട് പറഞ്ഞ് രാഹുൽ ഗാന്ധി. മൂവീസ്, TV, media has been weaponized, and it is being used precisely for that purpose, to vilify people, to alienate people, to create division in society, so that certain people can benefit and other people are harmed. ഇന്ന് കുട്ടിക്കാനത്ത് താമസിച്ച് നാളെ രാവിലെ കൊല്ലം ശിവഗിരി മഠത്തിലേക്ക് രാഹുൽ ഗാന്ധി എത്തും. വൈകിട്ട് പുതുയുഗയാത്രയുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. സീറ്റ് ചർച്ചയും സ്ഥാനാർത്ഥി നിർണയവും സജീവമായി നിൽക്കുന്ന ഘട്ടത്തിൽ രാഹുൽ ഗാന്ധിയുടെ വരവ് കോൺഗ്രസിന് ഊർജമായി. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 ഇടുക്കി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.